ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ എരിവ് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത്, അത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതായത് നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബട്ടറാണ്. എണ്ണയൊന്നും ഞാനിതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അമൂലിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബട്ടറായാലും കുഴപ്പമില്ല, ബട്ടറിനെ ഉപയോഗിക്കണം. എന്നാലേ ആ കറിയുടെ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ആ ചിക്കനൊക്കെ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇടയ്ക്ക് അതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട. ആ ചിക്കൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അത്രമാത്രം മതി. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എണ്ണയിലല്ലാത്തതുകൊണ്ട് ആ ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു മണവും കൂടി ഉണ്ട് അതിൽ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള 2 സവാള ചെറുതായിട്ടൊന്നും അരിയണ്ട, ഒരു കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് തന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇനി അണ്ടിപ്പരിപ്പ്, കൂടെ തന്നെ ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. 5-6 ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, അധികം എരിവൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതാണ് അതിൻ്റെ പാകം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിയാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള 3 തക്കാളിയാണ്. ഇതിലും വലുതാണെങ്കിൽ 2 എണ്ണം മതി. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ച് ചൂടാറാൻ വയ്ക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റേത് തക്കാളി ഇവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറാൻ വെച്ച തക്കാളി നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ചൊരു വെള്ളം വേണം. അതായത് നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം, അത് മാത്രം മതി. കാരണം ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുറച്ച് നല്ല വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ആദ്യം ഒരു പ്രാവശ്യം മിക്സി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തീ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിൽ മാത്രമല്ല ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കെല്ലാം കട്ട് ചെയ്യാനും പിടിക്കാനൊക്കെ ഉള്ള സമയം കൂടിയാണ്. കറി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മതി. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 മിനിറ്റും കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു ബട്ടർ ചിക്കൻ്റെയൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ ചിക്കനായി. അപ്പോൾ ഇതുപോലെ കറി നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.